നമുക്കിതുപോലെ ഒരു കൊഴുക്കട്ട നോക്കിയാലോ. ചോറ് വയ്ക്കുന്ന ഏതരി കൊണ്ടും നമുക്ക് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞാനിന്ന് സാധാരണ ചോറ് വയ്ക്കുന്ന 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിയിലേക്ക് 1/4 കപ്പ് തുവരമ്പരിപ്പും കൂടി ചേർത്ത് വൃത്തിയായി കഴുകിയെടുത്ത് ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇത്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരയണ്ട, തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. പാത്രത്തിലേക്ക് മാറ്റാം. പാൻ അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയാലുടൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില അതും ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്കിട്ട് ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നാലുടൻ നമ്മൾ അരച്ചെടുത്ത മാവ് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ കലക്കി അതിലേക്ക് ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് 1 ടീസ്പൂൺ ജീരകവും കൂടി 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും മാവ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിലെ വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞാലുടൻ അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയത് അതുകൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ മാവ് ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഉരുള പിടിച്ചെടുത്ത് അതിനെ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഉപ്പുമാവ് കൊഴുക്കട്ട റെഡി. ഈവനിങ് സ്നാക്കായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഹെൽത്തി ആയതും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണിത്. എടുത്താൽ ഇതുപോലെ നന്നായി പൊടിഞ്ഞ് വരുന്ന ഒരു കൊഴുക്കട്ട നല്ല ഉള്ളി ചമ്മന്തിയും കൂട്ടി കഴിക്കാം.